നല്ല നാടൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? വീട്ടിലോട്ട് ആര് വന്നാലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതോടൊപ്പം തന്നെ കുറച്ച് കൊച്ചുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂറൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ഉണ്ടാക്കാറുള്ള എൻ്റെ എല്ലാ ചിക്കൻ റെസിപ്പികളിലും ഞാൻ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടാണ് കറി വെക്കാറുള്ളത്. ചിക്കൻ ഒന്ന് ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഗ്യാസ് സ്റ്റൗ ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം പാൻ ഒന്ന് ചൂടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. സവോള ഒന്ന് സോൾട്ടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു പഴുത്ത തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മസാലകളൊക്കെ ചേർക്കാവുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. അത് എത്രമാത്രം എന്നുള്ളത് അത് ഓരോരുത്തരുടെ എരിവിനെ അനുസരിച്ചാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടി കൂടുതൽ ഇടാവുന്നതാണ്. അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റോളം മസാലയെല്ലാം ഒന്ന് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ മസാലയുടെ പച്ചക്കുത്തെല്ലാം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതായത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല കുറച്ചും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ, അതായത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കേക്ക് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല മസാലയുടെ സ്മെല്ലും വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.